ഹായ് ഡിയേഴ്സ്, ഞാൻ മുബഷിറ ഫാറൂഖ്. ഇന്ന് നമ്മളൊരു അടിപൊളി ഗാർഡനാണ് കാണാൻ പോകുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ വീട്ടിൽ ഒത്തിരി വെറൈറ്റി പ്ലാന്റ്സുകളുണ്ട്. നമ്മൾ ഇതുവരെ കണ്ട ഹോം ഗാർഡൻ ടൂറുകളിലൊന്നും കാണാത്ത തന്നെ ഒത്തിരി വെറൈറ്റീസ് തന്നെ ഇവിടെയുണ്ട്. ഇവർക്ക് എന്താ പറയുക, പ്ലാന്റ്സിനോടൊരു വല്ലാത്ത ഭ്രമം എന്ന് പറയില്ലേ, അതുപോലെയാണ്. ഒത്തിരി പ്ലാന്റ്സുകൾ കളക്ട് ചെയ്ത് വെക്കുകയാണ് ഇവരുടെ ഒരു ഹോബി. വാട്ടറിങ് പ്ലാന്റ്സുകളും അതുപോലെ ഫ്ലവറിങ് പ്ലാന്റ്സുകളും ഒക്കെ ഒട്ടനവധി കാണുന്നതൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് വെക്കുക. അത് ഇവരുടെ ഒരു മെയിൻ ഹോബിയാണ്. അപ്പോൾ ഒത്തിരി കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. നമുക്കൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഓരോ ടൈപ്പ് പ്ലാന്റ്സിൻ്റെയും ഒത്തിരി വെറൈറ്റീസ് തന്നെയുണ്ട്. ഡിഷിഡിയ പ്ലാന്റ്സിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് നമുക്കിവിടെ കാണാം. ഹോയ പ്ലാന്റ്സ് ഇപ്പോൾ ഇവർ കളക്ട് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു 4-5 കളക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഫ്ലവറിങ് കുറവായതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ചെടികൾ മാത്രം കണ്ടുപോകാം. ഇത് ഡിഷിഡിയ വാട്ടർമെലൺ പ്ലാന്റ് ആണ്. ഇത് ഡിഷിഡിയ മില്യൺ ഹാർട്ട് പ്ലാന്റ്. ഇതൊക്കെ തിക്കായിട്ട് വന്ന അടിപൊളിയായിരിക്കും, നിറഞ്ഞു തൂങ്ങി നല്ല ഭംഗിയിൽ വെക്കുന്ന നല്ലൊരു പ്ലാന്റ് ആണിത്. ഇത് ഡിഷിഡിയയുടെ ഒരു വെറിഗേറ്റഡ് മില്യൺ ഹാർട്ട് പ്ലാന്റ് തന്നെയാണ്. ഇങ്ങനെ ഡിഷിഡിയയുടെ ഒത്തിരി വെറൈറ്റീസ് തന്നെ ഇവിടെ ഉണ്ട്. അതുപോലെ നമ്മുടെ മണി പ്ലാന്റ്, ഇങ്ങനെ എല്ലാ ഒരുപാട് ഹാങ്ങിങ് പ്ലാന്റ്സുകളും നമുക്കിവിടെ കാണാം. ഇത് എപ്പിഷ്യ പ്ലാന്റിൻ്റെ യെല്ലോ ഫ്ലവറിങ് വെറൈറ്റി ആണ്. 500 റുപ്പീസൊക്കെ അതിന് കോസ്റ്റ് വരുന്നുണ്ട്. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റാണ്. ചെറിയൊരു തൈയിനാണ് ആ ഒരു റേറ്റ് വരുന്നത്. ഇത് നമ്മുടെ ബബിൾ പ്ലാന്റ്, നല്ലൊരു അടിപൊളി പ്ലാന്റാണിത്. നല്ല കെയറിങ് വേണ്ട നല്ലൊരു പ്ലാന്റാണ് ബബിൾ പ്ലാന്റ്. ഇത് ഡിഷിഡിയ വാട്ടർമെലൺ പ്ലാന്റ് ആണ്. അതിൻ്റെ ആ ഒരു ഷെയ്ഡ് കണ്ടില്ലേ, വാട്ടർമെലൻ്റെ സെയിം ഒരു ഡിസൈൻ, അതുകൊണ്ടാണ് ആ ഒരു പ്ലാന്റിന് ആ ഒരു പേര് കിട്ടിയത്. അതുപോലെ ഇത് ഡിഷിഡിയ ഹാർട്ട് പ്ലാന്റ് ആണ്. ഒരു ഹാർട്ട് ഷേപ്പിലാണ് അതിൻ്റെ ലീഫ്. നല്ല തിക്കായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ലീഫാണ് അതിനുള്ളത്. ഇത് ഡിഷിഡിയയുടെ ഒരു വെറിഗേറ്റഡ് വെറൈറ്റിയാണ്. ഇത് ഡിഷിഡിയയുടെ മറ്റൊരു ടൈപ്പാണ്. ഡിഷിഡിയ പ്ലാന്റ്സിൻ്റെ ഒരുപാട് ഐറ്റംസ് തന്നെ ഇവിടെ കാണാനുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മൾ എപ്പിഷ്യ പ്ലാന്റ് ആണ്. ഫ്ലെയിം വയലറ്റ്, ആഫ്രിക്കൻ വയലറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന എപ്പിഷ്യ പ്ലാന്റിൻ്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. ഒരുപാട് വെറൈറ്റി യെല്ലോ ഫ്ലവേഴ്സ്, റെഡ്, പിങ്ക്, ഇങ്ങനെ നല്ല വെറൈറ്റീസും നല്ല കോസ്റ്റ്ലി പ്ലാന്റ്സുകളാണ് ഇരിക്കുന്നതൊക്കെ. എപ്പിഷ്യ പ്ലാന്റ്സിൻ്റെ ഫ്ലവേഴ്സിനേക്കാൾ ഉപരി അതിൻ്റെ ലീവ്സിൻ്റെ അട്രാക്ഷനാണ് ആ ചെടിയെ മനോഹരമാക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള നല്ല കളേഴ്സും അതിൽ നല്ല നല്ല ഭംഗിയിലുള്ള ലൈൻസുകളൊക്കെ ആയിട്ടാണ് എപ്പിഷ്യ പ്ലാന്റ്സിൻ്റെ ലീവ്സ് വരുന്നത്. നല്ല ഭംഗിയാണ് അതിൻ്റെ ലീവ്സ് തന്നെ കാണാൻ. ഇവിടെ ഒരു അടിപൊളി ഡെക്കറേറ്റീവ് പീസ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമുക്ക് കാണാം. ഈ ഒരു ഡെക്കോർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മൺകലത്തിന് പെയിൻറ് ചെയ്ത് അതിൻ്റെ മുകളിലൊരു ഉരുളിയിലാണ് ഫ്ലെയിം വയലറ്റുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതും ഫ്ലെയിം വയലറ്റിൻ്റെ പല കളേഴ്സ് വെച്ചത് കാരണം നല്ലൊരു അട്രാക്റ്റീവായിട്ട് തന്നെ അതിരിക്കുന്നുണ്ട്. ഇനി ഒരുപാട് അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ കളക്ഷൻസും ഇവിടെയുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഒത്തിരി അഡീനിയം പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് കാണാം. ഇതിലൊക്കെ ഫ്ലവറിങ് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ, പുതിയ കളക്ഷൻസ് ആണ്. അപ്പോൾ ഈ അഡീനിയം പ്ലാന്റ്സുകളൊക്കെ ഇവരുടെ കയ്യിലുള്ള ഒത്തിരി കളക്ഷൻസ് ഉള്ള പ്ലാന്റ്സുകൾ ഇവർ സെയിൽ ചെയ്യാറുണ്ട്, ഓൺലൈൻ സെയിൽ മാത്രം. അപ്പോൾ അതിന് ഓൺലൈൻ സെയിലിന് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇവരുടെ FB ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. FB വഴിയാണ് ഇവർ ഓൺലൈൻ സെയിൽ നടത്തുന്നത്. താല്പര്യമുള്ളവർ ലിങ്കിലൊന്ന് കയറിയിട്ട് നോക്കാം.
ഇനി ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കാക്ടസ് പ്ലാന്റ്സിൻ്റെ സക്യുലൻസിൻ്റെ ഒരു ലോകം തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒത്തിരി കളക്ഷൻസ് ഉണ്ട് സക്യുലൻസിൻ്റെ ഒക്കെ. അപ്പോൾ ഇവിടെ ഒരു പോളി ഫാമൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിനുള്ളിലാണ് ഈ പ്ലാന്റ്സിനെ ഇവർ ഇത്രയും ഭംഗിയായിട്ട് കെയർ ചെയ്ത് കൊണ്ടു നടക്കുന്നത്. ഇവിടെ മറ്റൊരു പ്രത്യേകതയായിട്ട് നമുക്ക് ഫീൽ ചെയ്തത് ഈ പോട്ടുകളൊക്കെ ഇത്രയും ഭംഗിയായിട്ട് ഇവർ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മാഷാഅല്ലാ അടിപൊളിയായിട്ട് തന്നെ എല്ലാ പോട്ട്സുകളും ഇവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരേ ഡിസൈനിലുള്ള പോട്ടുകളായതുകൊണ്ട് അതിൽ ഫ്ലവേഴ്സും പ്ലാന്റ്സുകളൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണല്ലോ. ഈ പ്ലാന്റ് കണ്ടോ, ഇതാണ് ലെമൺ വൈൻ. എന്തൊരു ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് ഇതിൽ. അടിപൊളിയായിട്ട് നിറഞ്ഞ് മുല്ലപ്പൂക്കളെ പോലെ നിറഞ്ഞു നിൽക്കുന്ന പൂക്കൾ. അത് മുല്ലപ്പൂവിനേക്കാളും ഭംഗിയുണ്ടെന്ന് പറയാം. അത്രയും നിറഞ്ഞു നിൽക്കുന്ന സൂപ്പർ ഫ്ലവേഴ്സാണ്. പക്ഷേ ഇതിലെ ഫ്ലവേഴ്സ് ഇപ്പം നമ്മൾ ചെന്ന സമയത്ത് അതിലെ പൂക്കൾ കഴിഞ്ഞിരുന്നു, കുറച്ച് മാത്രം പൂക്കളുണ്ടായിരുന്നു. ഈ വീഡിയോ അവർ നേരത്തെ എടുത്തു വെച്ചതായിരുന്നു, അപ്പോൾ എനിക്ക് സെൻഡ് ചെയ്തതെന്നാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ കണ്ടപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ. അതിൽ പൂക്കളൊക്കെ കഴിഞ്ഞിട്ട് അതിൽ ലെമൺസ് പോലെ കുഞ്ഞു കുഞ്ഞു ചെറിയ ലെമണ് പോലെ അതിൽ കായ വന്ന് നിൽക്കുകയാണ്. അത് പഴുത്തൊരു യെല്ലോ കളറിലേക്ക് വരുന്നുണ്ട്. അത് നല്ല പുളിയായിട്ട്, ഭയങ്കര പുളിയായിട്ടുള്ള ഒരു കായ നമുക്ക് കഴിക്കുകയൊക്കെ ചെയ്യാം, ഒരു ഫ്രൂട്ടായിട്ട് തന്നെയാണ്. അപ്പം നല്ലൊരു ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ് ലെമൺ വൈൻ. പിന്നെ വാട്ടർ പ്ലാന്റ്സിൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അവിടെ. പക്ഷേ വാട്ടർ പ്ലാന്റ്സുകളൊക്കെ ഇപ്പോൾ അവർ റീപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ വീഡിയോസ് എടുത്തില്ല. പക്ഷേ അതിലെ ഫ്ലവേഴ്സുകളൊക്കെ നമുക്കിവിടെ ആഡ് ചെയ്ത് കാണിക്കാം ഞാൻ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ വാട്ടർ ലില്ലി പ്ലാന്റ്സിനും ലോട്ടസ് പ്ലാന്റ്സിനൊക്കെ ഇത്രമാത്രം വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. എന്തൊരു ക്യൂട്ടായിട്ടുള്ള ഫ്ലവേഴ്സാണ് അല്ലേ, ഇത് ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കും തോന്നും ഇതുപോലെ ഒരുപാട് കളക്ഷൻസ് നമുക്കും വേണം, ഇത് പുതിയ ഒരുപാട് വെറൈറ്റീസ് കളക്ട് ചെയ്യണമെന്ന് നമുക്ക് തോന്നിപ്പോകും അല്ലേ. ഇതുപോലെ 10 മണിയിലൊക്കെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസാണ് ഇവിടെ ഉള്ളത്. ഒരു പ്ലാന്റ് ഒരെണ്ണം അങ്ങനെയല്ല, ഒരു പ്ലാന്റിൽ തന്നെ വ്യത്യസ്ത ഇനം കളക്ഷൻസ് ഇവർ കളക്ട് ചെയ്ത് വെക്കുക. അത് പുറത്തു നിന്നൊക്കെ ഓൺലൈൻ വഴിയൊക്കെയാണ് ഇവർ പ്ലാന്റ്സുകളുടെ വെറൈറ്റീസ് കളക്ട് ചെയ്യുന്നത്. അത് നല്ല കോസ്റ്റ്ലി പ്ലാന്റ്സുകളാണ്, നല്ല റേറ്റ് കൊടുത്തിട്ട് തന്നെയാണ് ഇവർ വാങ്ങിക്കുന്നതൊക്കെ. എന്നിട്ട് അത് കളക്ട് ചെയ്ത് വെക്കുക.
ഒരു വെറൈറ്റി സൂപ്പർ പ്ലാന്റ് നമുക്ക് നോക്കാം. ഡിസ്chidia പെറ്റനോയിഡ്സ്, നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് വെറൈറ്റിയാണിത്. ഒരു ബ്രൈറ്റ് ഇൻഡോർ ലൈറ്റിൽ വളർത്തേണ്ട നല്ലൊരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ പ്രത്യേകത ഇതിൽ 2 ടൈപ്പ് ലീവ്സാണ് വരുന്നത്. നോർമലി ഡിസ്chidia ലീവ്സ് പോലെ കുഞ്ഞു ലീവ്സും പിന്നെ ഒരു പോക്കറ്റ് ഷേപ്പിലുള്ള ഒരു ലീവ്സും അതിൽ വരുന്നുണ്ട്. നല്ല ഹാർട്ട് പോലെ വീർത്ത് നിൽക്കുന്ന ഒരു പോക്കറ്റ് പോലെയുള്ള ഒരു ലീവ്സ്, പിന്നെ കുഞ്ഞു ചെറിയ റെഡ് കളറുള്ള ഫ്ലവേഴ്സും. ഇതിൻ്റെ പോട്ടി മിക്സ് ആയിട്ട് ഇവർ സെറ്റ് ചെയ്ത് അതിൻ്റെ മുകളിലായിട്ട് കൊടുത്തിരിക്കുന്നത് കൊക്കോപ്പിറ്റിൻ്റെ ചെറിയ ചെറിയ ബോക്സസ് അതിലിട്ട് കൊടുത്തതാണ്. ഇനി നമുക്കിവിടെ ഓർക്കിഡ് പ്ലാന്റ്സിനെ ഇവരെ ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐഡിയകൾ നോക്കാം. ചെറിയ മരത്തിൻ്റെ കമ്പുകളിൽ കണ്ടോ ആണി കൊണ്ട് തറപ്പിച്ച് അതിൽ ഹുക്ക് കൊടുത്തിരിക്കുന്നത്, കമ്പി കൊളുത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഓർക്കിഡ് പ്ലാന്റ്സുകളൊക്കെ നമുക്ക് പിടിപ്പിക്കാം. ഇത് നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പൊളിയായിരിക്കും. അടിപൊളിയായിട്ട് തന്നെ നമുക്ക് നല്ലൊരു ഡെക്കോർ പീസായിട്ട് തന്നെ ഇത് സെറ്റ് ചെയ്തിട്ട്. ഇത് കണ്ടോ, ഈ മരത്തിൻ്റെ മരത്തിനെ അതിനെ പൊക്കി വെച്ചിരിക്കുന്നതിന് സ്റ്റാൻഡ് ചെയ്തത് നമ്മളെ വീടൊക്കെ പണി നടക്കുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റ് കമ്പി പീസുകൾ ഒരു സ്റ്റാൻഡ് പോലെ കെട്ടിയിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ഒരു വുഡ് പീസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒത്തിരി വെറൈറ്റി പ്ലാന്റ്സുകൾ പരിചയപ്പെട്ടു. കൂടാതെ പ്ലാന്റ്സുകൾ അറേഞ്ച് ചെയ്യുന്ന പുതിയ ഒരുപാട് മെത്തേഡ്സുകൾ നമ്മളിവിടെ കണ്ടു. അപ്പോൾ പ്ലാന്റ്സുകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കൂടുതൽ പ്ലാന്റ്സുകളുടെ വീഡിയോസ് കാണുന്നതിനായി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അടുത്ത മറ്റൊരു ഹോം ഗാർഡൻ ടൂറോ അതല്ലെങ്കിൽ പ്ലാന്റ്സ് ഐഡിയാസൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം.